എൻഡിഎയിൽ ചേർന്ന 2020 തീരുമാനത്തെ പരിഹസിച്ച് സിപിഐഎമ്മും കോൺഗ്രസും. സാബു എം ജേക്കബ് എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു. 2020 നനഞ്ഞ പടക്കമായി മാറിയെന്ന് എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പരിഹസിച്ചു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2020ക്ക് വലിയ പോറലേറ്റില്ലെങ്കിലും പ്രതീക്ഷിച്ച മിന്നും വിജയം ഉണ്ടായില്ലെന്ന് പറയാം. കിഴക്കമ്പലവും ഐക്യനാടും നിലനിർത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുന്നത്തുനാടും മഴുവന്നൂരും കൈവിട്ടു. തിരുവാണിയൂർ LDFിൽ നിന്ന് പിടിച്ചെടുക്കാനായത് നേട്ടമായി. തൃക്കാക്കര നഗരസഭയിൽ 2020 അക്കൗണ്ട് തുറന്നെങ്കിലും കൊച്ചി കോർപ്പറേഷനിൽ ചലനമുണ്ടാക്കാനായില്ല. കൂട്ടിയും കിഴിച്ചും ഇങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ആയുധങ്ങൾ മിനുക്കുന്നതിനിടെയാണ് NDA മുന്നണി പ്രവേശനം. 2020 എന്ന കൂട്ടായ്മ രൂപപ്പെട്ടതു മുതൽ എതിർക്കുന്ന CPMും കോൺഗ്രസും പുതിയ കൂട്ടുകെട്ടിനെതിരെ രംഗത്തു വന്നു. ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടിയുള്ള പാർട്ടിയെന്ന് പറഞ്ഞവർ വർഗീയതയുടെ ഭാഗമായെന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ 24നോട്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് വർഗീയമായിട്ട് ചിന്തിക്കുന്ന NDA പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ ചേരുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. സാബു എം ജേക്കബ് BJPയുടെ ഏജന്റായാണ് പ്രവർത്തിച്ചതെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷും പ്രതികരിച്ചു. 2020ക്ക് വോട്ട് ചെയ്തവരെ പണയം വെക്കുന്ന പരിപാടിയാണ് സാബു ജേക്കബ് ചെയ്തതെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. അരാഷ്ട്രീയവാദം ഉന്നയിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി കുന്നത്തുനാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ആളുകളുടെ സമ്മതിദാന അവകാശം വാങ്ങിയതിന് ശേഷം അവരെ പണയപ്പെടുത്തുന്ന നടപടിയാണ് സാബു ജേക്കബിന്റെ BJP പ്രവേശനം എന്ന് പറയുന്നത്. 2020 NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പുതിയ രാഷ്ട്രീയ വാക്പോരും ചലനങ്ങളും സൃഷ്ടിക്കാം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.